ഇന്നത്തെ എപ്പിസോഡിൽ ദേവ്യാനി വിലപിടിപ്പുള്ള ഒരു പുത്തൻ സാരി നയനയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അത് മാത്രമല്ല, ആ സാരി ഉടുപ്പിച്ച് ദേവ്യാനി നയനയെ പുറത്തോട്ട് പർച്ചേസിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുന്ന അനാമികയ്ക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമോ? ഇതൊക്കെ ചേർന്ന കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് ദേവ്യാനി അലമാറയിൽ നിന്നും ഒരു പുത്തൻ സാരി എടുക്കുന്നതാണ്. ജയേട്ടാ, ഈ സാരി എങ്ങനെയുണ്ട്? അപ്പൊ ജയൻ പറയുന്നുണ്ട്, എവിടെ നോക്കട്ടെ. ആഹാ, ഈ കളർ നല്ലതാണല്ലോ. അല്ല, ഇത് നിനക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സാരി അല്ലായിരുന്നു? അതെ, എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സാരിയൊക്കെ തന്നെയാ. പക്ഷേ ഞാനിത് വേറൊരാൾക്ക് കൊടുക്കാൻ പോവാ. താനിത് തനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു വെച്ച സാരിയല്ലേ, പിന്നെ ഇത് ആർക്ക് കൊടുക്കാനാ? ആ, എനിക്കിത് അയാൾക്ക് കൊടുക്കണമെന്ന് തോന്നി. ജയേട്ടൻ എന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാനാ? ഇത് നിന്റെ സാരി, നിന്റെ ഇഷ്ടം. ഞാൻ എന്ത് ചോദിച്ചാലും ജയേട്ടൻ എതിർപ്പ് പറയില്ലെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ ഇത് അയാൾക്ക് കൊടുക്കാല്ലേ? അനാമികയ്ക്കായിരിക്കും. അതെന്താ ജയേട്ടാ, ഇത് അനാമിക മോൾക്ക് കൊടുത്തൂടെ? കൊടുക്കുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ നിനക്കൊരു മരുമകളുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. അതിനാരാ അവളെ മറന്നത്? എന്റെ ദേവ്യാനി, നീ ഇത്രയും വിലപിടിപ്പുള്ള നല്ല നല്ല സാരികള് അനാമികയ്ക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ നയനമോൾക്ക് എത്ര വിഷമം ഉണ്ടാകും. പറയുമ്പോൾ നമ്മളുടെ മരുമകൾ നയനമോളല്ലേ, കൊടുക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാ ഇടയ്ക്കൊക്കെ നമ്മുടെ മരുമകളെയും കൂടി പരിഗണിക്കുന്നത് നല്ലതാ. എന്നെ കേട്ടോ ജയേട്ടൻ, ഞാൻ ഈ സാരി കൊടുക്കാൻ പോകുന്നതേ അനാമികയ്ക്കല്ല. പിന്നെ വേറെ ആർക്കാ? നിങ്ങളുടെ മരുമകൾക്കാ. നയനമോൾക്കോ? അതെ. ഇനിയിപ്പം ഞാൻ ഈ സാരി അവക്ക് കൊണ്ട് കൊടുക്കാനിട്ട് നിങ്ങൾക്കാർക്കും വിഷമം വേണ്ട. ദേവ്യാനി, മോൾക്ക് ഈ സാരി കിട്ടിയില്ലെന്ന് കരുതിയിട്ട് വിഷമമൊന്നും ഉണ്ടാകില്ല. പക്ഷേ നീ മോളെ പരിഗണിക്കാതെ അനാമിക മോളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ നയനമോൾക്ക് വിഷമം ഉണ്ടാകും. അതാരായാലും അങ്ങനെ തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ നീ ഈ സാരി മോൾക്ക് കൊണ്ടു കൊടുക്കണം എന്നല്ല പറഞ്ഞത്. ജേട്ടാ, ഞാൻ ഈ സാരി അലമാറയിൽ നിന്ന് എടുത്ത് തന്നെ നയനയ്ക്ക് കൊണ്ടു കൊടുക്കാനാ. ആ, എന്ത് ചെയ്യാനാ, നമ്മുടെ മോനിപ്പോൾ അവളില്ലാതെ പറ്റാതായല്ലോ. ഇനിയിപ്പൊ ആദർശിന്റെ മനസ്സിൽ നിന്ന് അവൾ ഒഴിവാക്കാൻ പറ്റാത്തത്രയും അവൾ അടുത്തു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ അവരുടെ ഇടയിൽ ഒരു കട്ടൂറും പാവുന്നത്? ഇനി അവര് ജീവിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അവര് തന്നെ ഹാൻഡിൽ ചെയ്തോളും. എല്ലാം തിരിച്ചറിയാൻ കഴിയുന്നവനാണല്ലോ ആദർശ്. ഇവളുടെ കാര്യത്തിൽ മാത്രം തെറ്റുപറ്റിയെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പൊ അവളെ മരുമകളായി അംഗീകരിച്ചല്ലേ പറ്റൂ. അപ്പൊ ജയൻ പറയുന്നത്, ദേവ്യാനി, നിനക്കിപ്പൊ തന്നെ ഒരുപാട് മാറ്റമുണ്ട്. നമ്മുടെ മരുമകളെ നീ ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. നയനമോളെ കൂടുതൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒരിക്കലും നയനമോളെ പിന്നെ കൈവിടില്ല. ഓ, അവളെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ 100 നാക്കാണല്ലോ. എനിക്കിപ്പോൾ അവളെക്കുറിച്ചൊന്നും കേൾക്കണമെന്നില്ല. പോരെ? എന്തായാലും ഞാനിത് കൊണ്ടുകൊടുത്തിട്ട് വരാം. ഇത് പറഞ്ഞ് ദേവ്യാനി അവിടുന്ന് പോകുമ്പോൾ ജയന്റെ മനസ്സിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ദേവ്യാനി തന്റെ കയ്യിലുള്ള സാരി നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. നയനമോൾ ഇതെവിടെ പോയി? അങ്ങനെ നയനയെ നോക്കി തെരഞ്ഞു നടക്കുമ്പോഴാണ് നയന സോഫയിൽ ഇരിക്കുന്നത് കാണുന്നത്. ആഹാ, മോള് ഇവിടെ ഇരിക്കുവായിരുന്നല്ലേ? ഇതും പറഞ്ഞ് സന്തോഷത്തോടെ നയനയുടെ അടുത്തേക്ക് പോകാൻ പോകുമ്പോഴാണ് ദേവ്യാനി അവിടെ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നത്. അല്ല, ഞാനിതെന്താ ചിരിച്ച മുഖത്തോടു കൂടി നയനമോളുടെ അടുത്തേക്ക് പോകുന്നത്? അങ്ങനെ പോയാൽ നയനമോൾക്ക് എന്തെങ്കിലും സംശയം തോന്നും. കുറച്ച് ഗൗരവൊക്കെ ഇരിക്കട്ടെ. ഇതും പറഞ്ഞ് ദേവ്യാനി നയനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നയനെ. അമ്മേ. എഴുന്നേൽക്കണ്ട, അവിടെ ഇരുന്നോ. ആ സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, അമ്മേ, അമ്മയ്ക്ക് ചായയോ മറ്റോ വേണോ? അതെ, എനിക്ക് ചായ ഇട്ടുതരാൻ ഇവിടെ വേറെ ഒരുപാട് പേരുണ്ട്. തൽക്കാലം വയ്യാത്ത നീ ചായ ഇടണ്ട എന്ന് കരുതിയിട്ട് അടുക്കള പാടേങ്ങ ബഹിഷ്കരിക്കാനൊന്നും അല്ലട്ടോ പറഞ്ഞത്. നിന്റെ അസുഖം മാറിയിട്ട് നീ എന്ന് വേണമെങ്കിൽ അടുക്കള കയറിക്കോ. അമ്മേ, ഒരു ചായ ഉണ്ടാക്കുന്നതിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ, എന്നെക്കൊണ്ട് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയിപ്പിക്കരുത്. ആ കനകയെ നിന്നെക്കൊണ്ട് ഒരു ജോലി എടുപ്പിക്കരുതെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടേയിരുന്നു. ഇതിപ്പോ ഞാൻ വാക്കുകൊടുത്ത കാര്യ. നീ വെറുതെ എന്റെ കണ്ണു വെടിച്ച് ഓരോ പണിയെടുത്ത് എന്നെ നാണം കെടുത്തരുത്. ശരി അമ്മേ. ഞാൻ വന്ന കാര്യം പറയാം. ദാ ഇത് പിടിക്ക്. ഇതെന്താ അമ്മേ? ആദ്യം ഇത് പിടിക്ക്, ഇനി അത് പൊട്ടിച്ചു നോക്ക്. അപ്പൊ അറിയാം എന്താന്നുള്ളത്. നയന സാരിയുടെ ആ പെട്ടി തുറന്നു നോക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല ഭംഗിയുള്ള ഒരു സാരി അതിലിരിക്കുന്നത് കാണുന്നത് കേട്ടോ. എന്നാൽ ഇത് കണ്ടോണ്ട് അനാമികയും ജാനകിയും ജലജയും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ജലജ പറയുന്നുണ്ട്, ജാനകി ഒന്ന് നിന്നേ, ദേ ഏട്ടത്തി എന്താ ചെയ്യുന്നേ നോക്കി. അപ്പൊ ജാനകി പറയുന്നുണ്ട്, എന്തോ ഏട്ടത്തി അവക്ക് കൊടുക്കുന്നുണ്ടല്ലോ. വേറെന്ത്? അതില് സാരിയാ. ആ സാരി ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ജാനകി. അത് ഏട്ടത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാരിയാ. ആ സാരിക്ക് ലക്ഷങ്ങൾ വിലമതിക്കും. ലക്ഷങ്ങളോ? നീ ഇതെന്തൊക്കെയാ പറയുന്നേ? എന്റെ ജാനകി, ഞാൻ സത്യമായിട്ടും പറയാണ്. ഇതിനു മുമ്പ് ആ സാരി ഏട്ടത്തിയുടെ കയ്യിൽ കണ്ടപ്പോ ഞാൻ ശരിക്കും ഒന്ന് കൊതിച്ചതാ. ഏട്ടത്തിയോട് ഞാൻ ആ സാരി ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ ഏട്ടത്തിയാ പറഞ്ഞത് ഇത് ഏട്ടത്തിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സാരിയാണ്, ഏട്ടത്തിയുടെ അമ്മ സമ്മാനിച്ചതാന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാരിയാണെന്നൊക്കെ.
അതും പറഞ്ഞ് എനിക്ക് അന്ന് ആ സാരി തന്നില്ല. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അപ്പോ അപ്പച്ചി പറഞ്ഞു വരുന്നത് എന്താ? ഇത് വല്യമ്മയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സാരിയാണെന്നാണോ? അപ്പൊ അത് എനിക്കല്ലേ തരേണ്ടത്? അപ്പൊ ജലജ പറയുന്നുണ്ട്, അതേ മോളെ, അതിന്റെ അവകാശി ശരിക്കും നീ തന്നെയായിരുന്നു. ദേ, എനിക്ക് നല്ല സംശയമുണ്ട് അവളെ ഏട്ടത്തിയുടെ മനസ്സ് മാറ്റിയെടുത്തെന്ന്. അപ്പൊ ജാനകി പറയുന്നത്, ഷോ, ഇവളെ കൊണ്ട് വലിയ കഷ്ടമാണല്ലോ. എന്തായാലും അനാമിക പറയുന്നുണ്ട്, അമ്മ ഇതുപോലെ വിലപിടിപ്പുള്ള സാരിയൊന്നും എനിക്ക് തന്നിട്ടില്ലല്ലോ. അപ്പൊ ജലജ കളിയാക്കി പറയുന്നുണ്ട് കേട്ടോ, അതിനെ ഏട്ടത്തി കോടീശ്വരിയാ. ഏട്ടത്തിയുടെ അമ്മയും അച്ഛനൊക്കെ കോടീശ്വരന്മാര്. ഏട്ടത്തിയെ കോടികൾ ആസ്തിയുള്ളവളാ. അപ്പൊ പിന്നെ ഏട്ടത്തിക്ക് ലക്ഷങ്ങളൊക്കെ തുമ്പി കല്ലെടുക്കുന്നത് പോലെയാ. അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട്, അപ്പൊ അമ്മയുടെ വീട്ടുകാർ പണക്കാരല്ലേ? അപ്പൊ ജലജ വീണ്ടും കളിയാക്കി പറയുന്നുണ്ട്, ആദ്യത്തേത് വലിയ കോടീശ്വരന്മാരായതുകൊണ്ട് രണ്ടാമത്തെ അജയേട്ടന്റെ കല്യാണം പാവപ്പെട്ട ഏതെങ്കിലും കുട്ടിയെ കൊണ്ട് നടത്തിക്കണമെന്നായിരുന്നു. അപ്പോഴാണ് ജാനകിയെ കണ്ടത്. ഇത് കേട്ടപ്പോ ജാനകിക്ക് കുശുമ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ദേ ജലജ, നീ പഴയ ചരിത്രമൊന്നും ഇവിടെ വിളമ്പണ്ട. മോക്കിപ്പോ എന്താ വേണ്ടത്? ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാരി. അതൊക്കെ ഞാൻ ഇന്ന് തന്നെ വാങ്ങിച്ചു തരില്ലേ? എനിക്കിപ്പോ ലക്ഷങ്ങൾ കിട്ടാൻ പണിയുണ്ടെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ലമ്മേ. എന്നാലും ഈ കാഴ്ച എനിക്ക് കണ്ടോട് നിൽക്കാൻ പറ്റുന്നില്ലമ്മേ. ഞാൻ ഇതിനെ കുറിച്ച് ഏട്ടത്തിയോട് ചോദിക്കുന്നുണ്ട്. ഏട്ടത്തി ആദർശിനു വേണ്ടി അവളെ വിളിച്ചുകൊണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോ ഏട്ടത്തി നമ്മളെ എല്ലാരും പറ്റിച്ച് അവൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അവളെ പിടിച്ചു നിർത്തുവാ ഇവിടെ. ദേവേനെ നയനെ ചോദിക്കുന്നുണ്ട്, എന്തു പറയുന്നു? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഈ സാരി പിന്നെ ഇഷ്ടപ്പെടാതിരിക്കും അമ്മേ. സത്യം പറയട്ടെ അമ്മേ, എന്തൊരു ഭംഗിയുള്ള സാരിയാന്നറിയോ ഇത്? അമ്മേ, ഇതിന് ഒരുപാട് പണമായി കാണുമല്ലേ? ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാരിയാ. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം ഉപയോഗിക്കാൻ. അയ്യോ, ലക്ഷങ്ങൾ വിലയുള്ള സാരിയോ? എന്തിനാ അമ്മ അത്രയും പണം കൊടുത്ത് ഈ സാരി എനിക്ക് വാങ്ങിച്ചത്? ഓ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, അതിങ്ങ് തന്നേക്ക്. ഇതിവിടെ ഉടുക്കാനേ ഒരുപാട് പേരുണ്ട്. അയ്യോ, ഇത് അമ്മ എനിക്ക് നിറഞ്ഞ മനസ്സോട് തന്ന ഗിഫ്റ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തോളാം അമ്മേ. പിന്നെ ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയ സാരിയൊന്നും അല്ല. എന്റെ അമ്മ കുറച്ചുനാൾ മുമ്പ് എന്റെ ബർത്ത്ഡേക്ക് സമ്മാനിച്ച സാരിയാ. എനിക്കിത് വിലപ്പെട്ട സാരി ആയതുകൊണ്ട് ഞാൻ ഇടാതെ ഒരുപാട് നാള് സൂക്ഷിച്ചു. പ്രായമായി വരുമല്ലേ, അപ്പോ ഇതുപോലുള്ള സാരികളൊക്കെ ഇടാനൊരു മടി. നിങ്ങളൊക്കെ ചെറിയ പ്രായക്കാരല്ലേ, അതുകൊണ്ടാ നിനക്കിത് തന്നത്. പിന്നെ എന്റെ അമ്മ തന്ന സാരിയാണ്. നീ ദിവസം ഇടുന്ന ലോക്കൽ സാരിയല്ല ഇത്, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഉപയോഗിച്ചോളാം. അതേസമയം ജലജ പറയുന്നുണ്ട്, കേട്ടല്ലോ, ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാരിയാണെന്ന് ഏട്ടത്തിയുടെ വായിലൂടെ വന്നില്ലേ? ഏട്ടത്തിയുടെ അമ്മ ഗിഫ്റ്റ് ചെയ്ത സാരിയാ ഇത്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, എന്നാലും അത് എനിക്ക് അവകാശപ്പെട്ടതല്ലായിരുന്നു. അപ്പൊ ജാനകി പറയാണ്, അതെങ്ങനെയാ മോളെ നിനക്ക് അവകാശപ്പെട്ടതാവുക? നിന്റെ അമ്മായിയമ്മ ജാനകിയല്ലേ, അവളുടെ അമ്മായിയമ്മയല്ലേ ഏട്ടത്തി. അപ്പൊ ഏട്ടത്തിയുടെ മരുമകൾക്കല്ലേ ഇതുപോലുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുക്കേണ്ടത്. പക്ഷെ വല്യമ്മക്ക് അവളെ ഇഷ്ടമല്ലല്ലോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, എന്തായാലും വല്യമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. പക്ഷെ അവളോടുള്ള നീരസ് ഇതുവരെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കുക. അത് ശരിയാ, അവളോടുള്ള സ്നേഹം കൂടാതെ നമ്മൾ തടയണം ജാനകി. അതിനുള്ളൊരു മാർഗം നോക്കണം മോളെ. അമ്മേ, ഞാൻ ഇത് പോയി ചോദിക്കട്ടെ? അപ്പൊ ജലജ പറയുന്നുണ്ട്, അയ്യോ മോളിപ്പ അത് പോയി ചോദിക്കണ്ട. അവരവരുടെ മരുമകൾക്കല്ലേ കൊടുത്തത്, അതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? എന്തായാലും അനാമികയെ ജലജ നന്നായി അങ്ങ് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അനാമിക അവിടുന്ന് ദേഷ്യപ്പെട്ട് പോയതോടെ പിന്നാലെ തന്നെ ജാനകിയും ചെല്ലുന്നുണ്ട്. അപ്പൊ ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഹോ, എന്തൊരു കുളിർമയുള്ള കാഴ്ച. ഇന്നിവിടെ എന്തെങ്കിലും ഒന്ന് നടക്കും. എന്നാലും ആ സാരി അവൾക്ക് കൊടുത്തല്ലോ ഏട്ടത്തി. ഞാൻ ആവശ്യപ്പെട്ടപ്പോ ആ കിളവിക്ക് തരാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പൊ ഒരർഹതയും ഇല്ലാത്ത അവൾക്ക് ഓരോരുത്തർ കോടികളും ലക്ഷങ്ങളും കൊടുക്കുന്നത്. ഇതിന് മാത്രം ഇവൾ എന്ത് കൊടുത്താണ് ഇവരെയൊക്കെ കൈവശപ്പെടുത്തി വെച്ചേക്കുന്നത്? എന്റെ മക്കളുടെയൊക്കെ ഗതികേട്, അല്ലാതെ എന്ത് പറയാൻ. ഇത് പറഞ്ഞ് ജലജ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, അതെ, ഞാൻ പുറത്ത് പോകുന്നുണ്ട്. എന്റെ കൂടെ ആരും ഉണ്ടാകില്ല, നിനക്ക് വരണമെങ്കിൽ വരാം. എന്നാ നയനയ്ക്ക് ദേവയാനി വിളിച്ചതൊക്കെ വളരെ സന്തോഷാവാണ് കേട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, അത് അമ്മേ, എന്തേ പറ്റില്ലേ? പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടുന്ന് അനാമിക മോളെ വിളിച്ചോണ്ട് പൊക്കോളാം. എന്തിനാ അമ്മേ? അതൊന്നും വേണ്ട, ഞാൻ അമ്മയുടെ കൂടെ വരാം. എങ്കിൽ പിന്നെ പെട്ടെന്ന് ഡ്രസ്സ് മാറി, എന്റെ 1-2 കൂട്ടുകാരുടെ വീട്ടിലും പോവാനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്ന സാരി തന്നെ നീ ഉടുത്തോ. കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോവാനുണ്ടെന്ന് പറഞ്ഞപ്പോ നയനക്ക് വലിയ സന്തോഷാവാണ് കേട്ടോ. കാരണം ദേവയാനിയുടെ ബാക്കിയുള്ളവരുടെ മുന്നിലൊക്കെ നയനയെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോവാണല്ലോ. ഇതൊക്കെ നയനയ്ക്ക് ഒരുപാട് സന്തോഷാവാണ്. അതെ, നിന്നോട് മിഴിച്ച് ആലോചിച്ച് നിൽക്കാനല്ല പറഞ്ഞത്, പെട്ടെന്ന് പോയി മാറ്റ്. വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാ. അമ്മേ, ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാം. ശരി. പിന്നെ ഒരുക്കൊന്നും കുറയ്ക്കട്ട, നിന്നെ കാണാൻ അവിടെ ചിലരൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് വൃത്തിയിലൊക്കെ ഇറങ്ങിക്കോ. അതായത് സുന്ദരിയായി ഇറങ്ങാൻ വേണ്ടി പറയാതെ പറയുന്നത് പോലെ നയനയ്ക്ക് തോന്നുകയാണ് കേട്ടോ. നയന എന്തായാലും ഒരു പുഞ്ചിരിയോടെ മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. നയന പോയതിനു ശേഷം ദേവയാനി സ്വയം മനസ്സിൽ കരുതുന്നുണ്ട്, ഞാൻ കുറച്ച് ഓവറായെന്നാ തോന്നുന്നത്. നയനമോൾ എങ്ങനെ ഒരുങ്ങിയാലും ഭംഗിയാ. ചുമ്മാ അതൊന്നും പറയേണ്ടിയില്ലായിരുന്നു. അവളെന്തെങ്കിലും വിചാരിച്ചു കാണോ? അതൊക്കെ പോട്ടെ. ആ സമയത്താണ് അനാമിക ദേവയാനിയുടെ അടുത്തേക്ക് വരുന്നത്. വല്യമ്മേ. നയനമോളോ? അല്ല, വല്യമ്മ എങ്ങോട്ടാ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നേ?
ഏയ് ഒന്നുമില്ല, ഞാനൊന്ന് പുറത്തു പോവുക, എൻ്റെ 1-2 ഫ്രണ്ട്സിനെ കാണാനുണ്ട്. ആണോ? എന്നാ പിന്നെ ഞാനും വരട്ടെ വല്യമ്മേ. അപ്പോൾ ദേവ്യാനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഷോ പെട്ടല്ലോ, ഇവളെന്തിനാ എൻ്റെ കൂടെ വരുന്നത്? എൻ്റെ കൂടെ എൻ്റെ മരുമകളില്ല വരാൻ. ഇവളെ ഞാൻ ഇനി എന്ത് പറഞ്ഞു ഒഴിവാക്കും? അത് പിന്നെ മോളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു ദിവസം മോളെ കൊണ്ടുപോവാ. മോളെ അവരൊക്കെ കാണണമെന്ന് പറഞ്ഞിരിക്കുക. നല്ലൊരു ദിവസം നോക്കി നമുക്ക് അവിടേക്കൊക്കെ പോവാം. ശരി വല്യമ്മേ. പക്ഷെ വല്യമ്മ എന്ത് ഗിഫ്റ്റാ ഇന്ന് നയനയ്ക്ക് കൊടുത്തത്? ഞാൻ കണ്ടു എന്തോ വിലപിടിപ്പുള്ള നയനയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ ദേവേനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഷോ അപ്പോഴത്തേക്കും അവൾ ഇതും കണ്ടോ? എന്നാലും വല്യമ്മ എനിക്ക് അങ്ങനെ വിലപിടിപ്പുള്ള ഗിഫ്റ്റൊക്കെ എനിക്കല്ലായിരുന്നു തരാറുള്ളത്. ഇന്നെന്താ അത് അവക്ക് കൊടുത്തത്? അത് പിന്നെ മോളെ, ഞാൻ ഒഴിവാക്കാൻ വെച്ച സാരിയായിരുന്നു. അപ്പൊ പിന്നെ അവളുടെ മുഖം മനസ്സിൽ വന്നപ്പോ വെറുതെ എടുത്ത് കളയേണ്ടെന്ന് കരുതി. ഇതുവരെ ഉടുക്കാത്ത സാരിയല്ലേ, അവൾ എടുത്തോട്ടോന്ന് കരുതി കൊടുത്തതാ. മോക്ക് ഞാൻ അതുപോലുള്ള സാരികളാണോ തരിക? അതിനേക്കാൾ വിലപിടിപ്പുള്ള നല്ല നല്ല സാരികൾ തരില്ലേ? പക്ഷേ ആ സാരി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ. അതങ്ങനെ ഓൾഡ് ഫാഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. മോളെ, അത് ശരിക്കും പറഞ്ഞ ഓൾഡ് ഫാഷനാ. അത് മോൾക്ക് ദൂരെന്ന് കണ്ടിട്ട് തോന്നുമായിരിക്കും. മോൾക്ക് ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് നല്ലൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ആണോ? എപ്പോഴാ വല്യമ്മ ഗിഫ്റ്റ് തരിക? ഞാൻ പുറത്ത് പോയി വന്നിട്ട് തരും. ശരി. അല്ല, വല്യമ്മ എപ്പോഴാ വരിക? അത് പറയാൻ പറ്റില്ല, കുറച്ചു നേരം വൈകും. എന്തായാലും അനാമികയുടെ ആർത്തി പിടിച്ച സ്വഭാവം കണ്ടിട്ട് ദേവേനെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇവളെന്താ ഇതൊന്നും കാണാത്ത പോലെ? വലിയ കോടീശ്വരന്മാരുടെ മകളാ, എന്നിട്ട് ഇതൊന്നും കണ്ടിട്ടില്ലാത്ത പോലെയാ സംസാരം. ശരിക്കും പറഞ്ഞാ എന്റെ മരുമകളല്ല തെറ്റ്, ഇവളാ. എല്ലാം കൂടി എന്റെ മനസ്സിൽ വിഷം കുത്തി വെച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എന്റെ അവസ്ഥ പോലും മനസ്സിലാക്കാതെയായിരുന്നു നയനമോളെ കുറിച്ച് അപരാധം പറഞ്ഞു നടന്നിരുന്നത്. വല്യമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ എന്റെ മനസ്സിലോരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ആ സമയത്താണ് നയന മാറ്റി ഒരുങ്ങി അങ്ങോട്ട് വരുന്നത്. അമ്മേ, ഞാൻ റെഡിയായി. എന്നാ നയനെ ആ സാരിയിൽ കണ്ടപ്പോ വല്ലാത്തൊരു ഭംഗി തോന്നാണ് കേട്ടോ അനാമികയ്ക്ക്. വല്യമ്മേ, ഇതല്ലേ വല്യമ്മ കൊടുത്ത സാരി? ഇതാ ഞാൻ കൊടുത്ത സാരി. വല്യമ്മേ, ഇതല്ലേ വല്യമ്മ ഓൾഡ് ഫാഷൻ എന്ന് പറഞ്ഞത്? ഇത് കാണാൻ എന്ത് ഭംഗിയുണ്ട്. ഇതിന്റെ കല്ലുകളൊക്കെ ഡയമണ്ട് പോലെ വെട്ടി തിളങ്ങുവാ. അപ്പൊ ദേവ്യാനി ഇങ്ങനെ കരുതുന്നുണ്ട്, അത് ഡയമണ്ട് തന്നെയാണടി. മോളെ അനാമികെ, അത് ഡയമണ്ട് ഒന്നല്ല, സാധാരണ കല്ല. അല്ല, അതൊക്കെ പോട്ടെ, വല്യമ്മ ഇവളെ പിടിച്ചോണ്ട് എങ്ങോട്ട് പോവാ? എനിക്ക് പോകുന്നിടത്തൊക്കെ സാധനം ചുമക്കാൻ ഒരാള് വേണ്ടേ? അതിന് ഞാൻ ഇവളെ കൊണ്ടുപോവുക. അത് മാത്രമേ ഉള്ളൂ മോളെ. അങ്ങനെ ചുമഴുന്ന എന്റെ പിന്നാലെ നടക്കേണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ മോളോട് വരണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും സമയം വൈകിക്കാൻ വയ്യ. നയനെ, നമുക്ക് ഇറങ്ങിയാലോ? ശരി അമ്മേ. എന്തായാലും നയനയ്ക്ക് മനസ്സിൽ തോന്നി തുടങ്ങാൻ കേട്ടോ, അമ്മയ്ക്ക് എന്തൊക്കെയോ നയനോട് സ്നേഹം വന്നിട്ടുണ്ടത്. എന്തായാലും അനാമികയ്ക്ക് ഇതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അനാമിക ദേഷ്യപ്പെട്ട് രേവതിയെ വിളിക്കുന്നുണ്ട്. ഹലോ അമ്മേ. എന്താ മോളെ അടുത്ത പ്രശ്നം? ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നവളാണല്ലോ. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അമ്മയ്ക്ക് വിഷയമല്ലല്ലോ. എന്താ മോൾ ആദ്യം പ്രശ്നം പറ. അമ്മേ, ഇന്ന് ഡയമണ്ടിന്റെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാരിയാണ് നയനയ്ക്ക് വല്യമ്മ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. എന്നിട്ട് എന്നോട് പറയാണ് അത് സാധാരണ സാരിയാണ്, വലിയ വിലയൊന്നുമില്ല, പഴഞ്ച സാരിയാണെന്നൊക്കെ. ഇവർക്കൊക്കെ ഇത് എന്ത് പറ്റി മോളെ? ഇവരൊക്കെ എന്തിനാ അവളെ ഇങ്ങനെ പൂവിട്ട് പൂജിക്കുന്നേ? എനിക്കൊന്നും അറിയില്ല അമ്മേ. എന്തായാലും ഞാനും വേണേട്ടിന് ഇന്ന് വൈകിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഇതിനൊക്കെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം മോളെ. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, വീഡിയോ ലൈക്ക് ചെയ്തേക്കാം. അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.